ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 5:5 വായിക്കുന്നു. ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ജഡത്തെ സംഹരിക്കുന്നത് ഒരുവൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനാണ് എന്നുള്ള വിലയേറിയതും വളരെ പ്രാധാന്യമുള്ളതുമായ പാഠം ഈ വാക്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ ദൈവമക്കളാകയാൽ ദൈവം അവരുടെ പിതാവായിരിക്കും. നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആയതിനാൽ ദൈവമക്കൾ പാപം ചെയ്താൽ അപ്പൻ മകനെ എന്നവണ്ണം ദൈവം അവരെ ശിക്ഷിക്കുന്നു. അതായത് നാം ലോകമനുഷ്യരോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവർക്ക് നരകശിക്ഷയും രക്ഷിക്കപ്പെട്ടവർക്ക് ബാലശിക്ഷയിലൂടെയുള്ള വിടുതലും ലഭിക്കുന്നു. പാപവിഷയത്തിൽ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത് ദുർനടപ്പുകാരനെ നീക്കിക്കളയുവാനാണ്. അതായത് സഭയിൽ ശിക്ഷണ നടപടി ആവശ്യമായ കാര്യമാണ്. 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്ന ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പിനെ കുറിച്ച് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. സഹോദരനെന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ ആവിഷ്ണക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം പാടില്ല. സഭയിൽ അംഗമായ ഒരുവൻ ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ ആ പാപത്തെ നേരിടുവാൻ ഉത്തരവാദിത്വം സഭ കൂട്ടമായി ഏറ്റെടുക്കുകയും ആ വ്യക്തിയെ ജഡത്തിൻ്റെ നാശത്തിനായി, അതായത് സംഹാരത്തിനായി സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുമാകുന്നു. സഭാ കൂട്ടായ്മയിൽ നിന്നും അവനെ മാറ്റി നിർത്തുന്നത് അവൻ്റെ നാശത്തിന് വേണ്ടിയല്ല, പിന്നെയോ ദൈവജനത്തിനു അവനെപ്പറ്റി ദുഃഖിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നു. സഭയുടെ രക്ഷാവലയത്തിൽ നിന്നും പുറത്തു പോകുന്ന വ്യക്തി സാത്താനാൽ കഠിനമായ ഉപദ്രവം അനുഭവിക്കുകയും കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തൻ്റെ ദുർമാർഗങ്ങൾ വിട്ട് ദൈവഭാഗത്തേക്ക് മടങ്ങി വരികയും ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഈ നടപടി? ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം. പുത്രനായ യേശുവിലൂടെ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയിൽ വിശുദ്ധിയോടെയുള്ള ജീവിതവും പാപത്തിലകപ്പെട്ടാൽ ബാലശിക്ഷ നൽകി തിരികെ ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടേണ്ട ആവശ്യകതയും ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം